വേലായുധേട്ടാ, വാതില് തുറക്ക്. വാതിൽ തുറക്കച്ച. വാതില് തുറക്ക് വേലായുധേട്ടാ. എന്ത് പ്രശ്നമുണ്ടെങ്കിലും നമുക്ക് പരിഹരിക്കാം. അകത്ത് കയറിയിരിക്കുന്നത് എന്തിനാ വേലായുധേട്ടാ? അച്ഛൻ ഇത് ആരെ പേടിക്കുന്നേ? അച്ഛനൊന്നും സംഭവിക്കാതെ ഞങ്ങൾ നോക്കിക്കോളാം. അച്ഛ ഇല്ല, എന്നെ അവര് കൊണ്ടുപോകും, എന്നെ അവര് പിടിക്കും. ഞാൻ തുറക്കൂല. അച്ഛന് ഞങ്ങളെ വിശ്വാസമില്ലേ? അച്ഛൻ വാതിൽ തുറക്കച്ച. അച്ഛൻ എന്തെങ്കിലും കഴിക്കണ്ടേ? എനിക്കൊന്നും വേണ്ടാന്ന് പറഞ്ഞില്ലേ? ശിവേട്ടൻ, എന്താ പ്രശ്നം? എന്താ ശിവേട്ട, അച്ഛൻ വാതിൽ തുറക്കുന്നില്ല. ഒരേ അടച്ചകത്തിരുന്ന് ഓരോന്ന് വിളിച്ചു പറഞ്ഞോണ്ടിരിക്കുക. ആരൊക്കെ വരുമെന്നോ പിടിക്കുമെന്നോ എന്തൊക്കെയോ പറയുന്നുണ്ട്. വേലയേട്ടാ, ഞാൻ ശിവനാണ്. ചേട്ടാ, നിങ്ങൾ ആരെ പേടിക്കുന്നേ? ഇത് നമ്മുടെ വീടല്ലേ. ഇവിടെ വന്ന് വേലാതേട്ടനെ കൊണ്ടുപോകാൻ ആര് വരാനാ? ഒരാളും വരില്ല. വേലാതേട്ടാ, വാതില് തുറന്നേ. ഇല്ല, ഞാൻ തുറക്കൂല. ഞാനിപ്പോ ചവിട്ടി തുറക്കുവേ. ഞാൻ തുറക്കൂല. കേറി നോക്കണോ? സാർ, എന്താ സാറേ, എന്താ കാര്യം? മോഷണം. വേലായുധനുണ്ട്. വേലായുധേട്ടനകത്തുണ്ട്. വാതില് തുറക്കുന്നില്ലായിരുന്നു. ഞങ്ങള് പറഞ്ഞു തുറപ്പിക്കാൻ നോക്കിയായിരുന്നു. ഇനി നിങ്ങൾ എന്തായാലും ബുദ്ധിമുട്ടണ്ട, ഞങ്ങൾ തുറന്നവനെ എടുത്തോളാം. വേലായുധ, വേലായുധ, മര്യാദയ്ക്ക് വാതിൽ തുറക്കാനാണ് നിന്നോട് പറഞ്ഞത്. ഇതിനകത്തുണ്ടോ അയാള്? അല്ലെങ്കിൽ ചവിട്ടി തുറന്ന് ഞാൻ നിന്നെ കസ്റ്റഡിയിലെടുക്കും. സാറേ, ഭീഷണി മുഴക്കിയ വേലായുധ ഇതിനകത്ത് കെട്ടിത്തൂങ്ങും. എങ്കിൽ നിന്റെ ഭാര്യയും മോളെയും ഞാനിങ് എടുക്കുക. നിനക്കെതിരെ ചുമത്തിയ കുറ്റങ്ങളൊക്കെ ഞാൻ അവരുടെ തലയിൽ കെട്ടിവെക്കും. നീ ഇറങ്ങി വരുന്നോ ഇല്ലയോ? നിന്റെ ഭാര്യയും മോളെയും കോടതി കെട്ടണമെന്നുണ്ടെങ്കിൽ മര്യാദയ്ക്ക് വാതിൽ തുറക്കടാ. ഇന്ന് എന്ത് പറ്റി? രണ്ടുപേരും നല്ല ഗൗരവത്തിലാണല്ലോ. അല്ല, ക്ലാസ്സിൽ ടെസ്റ്റ് വല്ലതും ഉണ്ടായിരുന്നോ? ശിവാംഗ്ലേ, ഞങ്ങൾ ക്ലാസ് ടെസ്റ്റ് കണ്ട് അങ്ങനെ പേടിക്കുന്ന ആൾക്കാരൊന്നും അല്ല കേട്ടോ. അല്ല, പിന്നെ എന്ത് പറ്റി? ഈ ഗൗരവത്തിന്റെ ഒരു രഹസ്യം ഞങ്ങൾ ആലോചിക്കുമായിരുന്നു. ഓ, എന്താണാവോ ഈ പ്രായത്തിൽ ആലോചിച്ച് കൂട്ടുന്നത്? കുഞ്ഞാവ ഞങ്ങളുടെ അനിയത്തിയല്ലേ? ആ, ഞങ്ങളുടെ അമ്മയുടെ ചേച്ചിയുടെ മകളെന്ന് പറയുമ്പോ ഞങ്ങളുടെ അനുജത്തിയാണ്. അനുജത്തിയാണ്. അല്ല, എന്താ അതിന് വല്ല മാറ്റങ്ങൾ വരുത്തണോ? മാറ്റം വരുത്തണമെന്നൊന്നുമല്ല. പിന്നെ ശരിക്കും കുഞ്ഞാമ്മയുടെ ചേച്ചിമാരാണല്ലോ ഞങ്ങള്. ഇതല്ലേ കുറച്ചു മുമ്പ് നിങ്ങൾ തിരിച്ചു പറഞ്ഞത്? അതെ, പക്ഷെ പറഞ്ഞു വരുന്ന എന്താന്ന് വെച്ചാലേ. അല്ല, എന്താ നിങ്ങളുടെ രണ്ടുപേരുടെയും പ്രശ്നം? ശിവനങ്ങളെ, ഞാൻ പറയാം. ആ കുഞ്ഞാവ ഞങ്ങളുടെ അനുജത്തിയായ സ്ഥിതിക്ക് ആ കുഞ്ഞാവയോട് ഞങ്ങൾക്ക് കുറച്ച് ഉത്തരവാദിത്തങ്ങളൊക്കെ ഇല്ലേ? എന്റെ അമ്മോ, അതെന്ത് ഉത്തരവാദിത്വം? അതായത് ഇന്നലെ മേരി കുര്യന്റെ അനുജത്തിക്ക് അവള് വാങ്ങിയത് കളിപ്പാട്ടങ്ങളാ. പിന്നെ ചാന്തുപൊട്ട്, കൺമഷി, ഇതൊക്കെ വേറെ. അതിന് അപ്പൊ പിന്നെ ഞങ്ങളുടെ കുഞ്ഞാവയ്ക്ക് അതിനും വലിയ സാധനങ്ങള് എന്തെങ്കിലും വാങ്ങിക്കൊടുക്കണ്ടേ? അതൊരു പ്രശ്നമാ. അത് വാങ്ങിക്കണം. അത് നിങ്ങളുടെ അഭിമാന പ്രശ്നമാ. എന്നാ വണ്ടി ഏതെങ്കിലും ടോയ് ഷോപ്പിന് മുമ്പിൽ വണ്ടി നിർത്ത്. ഓ, ശരി ശരി, ഉത്തരവ്. ഏയ്, ഇതാണോ കാര്യം? ഞാൻ വിചാരിച്ചു വേറെ എന്തോ വലിയ ആഭ്യന്തര പ്രശ്നം വല്ലതും ആണെന്ന്. ദാ ഒരു ഷോപ്പ്. നിങ്ങൾ ഉദ്ദേശിക്കുന്ന എല്ലാ സാധനവും അവിടെ കാണും.
അല്ല ഇറങ്ങുന്നില്ലേ? ഏ അല്ല ഞാനെന്തിനാ ഇറങ്ങുന്നേ? നിങ്ങൾ പോയി വാങ്ങിക്കില്ലേ? അല്ല അപ്പൊ കാശ്? നിങ്ങളുടെ അനുസരിച്ച് എന്റെ കാശിനാന്നോ വാങ്ങിക്കുന്നേ? പിന്നെ ഞങ്ങളുടെ കയ്യിൽ നിന്ന് എവിടെന്നാ കാശ്? ആ ബെസ്റ്റ് പാർട്ടികളാ. പറച്ചിൽ കേട്ടപ്പോ തോന്നി കൈ കാശുമായിട്ടാ വന്നേക്കുന്നെന്ന്. വാ ശിവനങ്ങളെ വാ പ്ലീസ്. ഓ ഉത്തരവ്. അതൊന്നും ശാരികേച്ചി ഇപ്പൊ ചിന്തിക്കേ വേണ്ട. മക്കളെ സഹായിക്കാൻ ഈ ഒരു വഴിയാണോ സ്വീകരിക്കേണ്ടെന്ന് അച്ഛൻ ആദ്യമേ ചിന്തിക്കേണ്ടതായിരുന്നു. അതൊന്നും അച്ഛൻ ചിന്തിച്ചില്ലല്ലോ. മക്കള് വലുതായപ്പോ അവരുടെ ഇപ്പോഴത്തെ ജീവിത രീതി എന്താണെന്ന് മനസ്സിലാക്കാനുള്ള ബോധം പോലും അച്ഛനുണ്ടായില്ല. അങ്ങനെയുള്ളവർ അതിന്റെ ഫലവും കൂടി അനുഭവിക്കട്ടെ. അച്ഛനെ കുറ്റപ്പെടുത്തുകയല്ല, അച്ഛന്റെ ഈ അവസ്ഥ ഓർത്തുള്ള സങ്കടം കൊണ്ട് പറഞ്ഞതാ. അപ്പോ റിമാൻഡ് ചെയ്തല്ലേ? അതിപ്പോ നോക്കണ്ട, ജാമ്യത്തിനുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പിന്നിപ്പോ ചേച്ചിയുടെ ഓപ്പറേഷനുള്ള പണവും അടച്ചിട്ടുണ്ട്. ഞങ്ങൾക്കെല്ലാവർക്കും വേണ്ടി നീ ഒരുപാട് ഓടുന്നുണ്ടല്ലേ? എന്നിട്ടും ശ്യാമ പറയുന്നത് കുഞ്ഞേച്ചി മണിമാളികയിൽ കഴിയുന്നു എന്നാണല്ലോ. ഞാൻ പിന്നെ നിങ്ങൾ ആരെയും ശ്രദ്ധിക്കുന്നില്ലെന്നു. പണ്ടും അവൾ അങ്ങനെ തന്നെ ആയിരുന്നല്ലോ. സ്വന്തം കാര്യം മാത്രം അത് നടത്തിയെടുക്കാൻ വേണ്ടി എന്തും പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യും. വലുതായിട്ടും അതിന് മാറ്റമൊന്നും വന്നിട്ടില്ലല്ലോ എന്ന് അങ്ങ് വിചാരിച്ചാ മതി. ശാരദയുടെ മക്കളല്ലേ, ഒരു പൊടിക്ക് വാശി കാണാതിരിക്കില്ലല്ലോ. ഇതിപ്പം വാശിയല്ലല്ലോ, അവളുടെ ദേഷ്യവും സങ്കടവും ഒക്കെ നമ്മളോട് കാണിക്കുന്നല്ലേ. പിന്നെ എന്റെ മോള് അവള് സുഖമായിട്ടിരിക്കുന്നോ?